ജൂബിലി ഡിവൈൻ വിൻസെൻഷൻ പുതുപ്പാടി ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള ജൂബിലാത്ത എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ശക്തിയും ബലവും ഊർജവുമുള്ളതാണല്ലോ. ആ ദൈവവചനത്തിൻ്റെ അഭിഷേകം നമ്മൾ ഒന്നു ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഈ വചനം കേൾക്കുകയാണ്. നിങ്ങളെവിടെയാണോ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഈ വചനം നിങ്ങളെ ജീവനിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒന്നായിട്ട് തീരുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ഈ വചനം നമുക്കൊന്ന് കേൾക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം. സങ്കീർത്തനം 28:7. കർത്താവിൻ്റെ ശക്തിയും പരിചയമാണ്, കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വചനം ഇങ്ങനെയാണ്: കർത്താവേ, നീയാണ് എൻ്റെ ശക്തി, നീയാണ് എൻ്റെ പരിച. അടുത്ത വചനം പറയുന്നത്, എൻ്റെ ഹൃദയം നിന്നിലാണ് ശരണം വയ്ക്കുന്നത്, വേറെ ഒരിടത്തും ഞാൻ ശരണം വയ്ക്കാൻ തുനിയുന്നില്ല. ഐ ട്രസ്റ്റ് ഇൻ യു, നിന്നിൽ ശരണം വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനൊരു ശക്തി കിട്ടുമല്ലേ, നമ്മുടെ ശരീരത്തിനൊരു ബലമാവുകയാണ്. നമ്മൾ തളർന്നു പോയ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ കൈപ്പിടിച്ച് ഉയർത്തുകയാണ്. നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക ഈ വചനം: ദൈവമേ, അങ്ങാണ് എൻ്റെ ശക്തി, ദൈവമേ, അങ്ങാണ് എൻ്റെ പരിച, നീ എനിക്ക് ശക്തിയാണ്. ദാവീദ് പറയാൻ കാര്യമുണ്ട്, അധികം ഉയരമൊന്നുമില്ല, ചെറിയൊരു മനുഷ്യനാണ്, ശക്തിയില്ലാതെ ചോർന്നുപോയ എല്ലാവരും അവനെ വലിച്ചെറിഞ്ഞതാണ്. ശക്തിയൊന്നുമില്ല നിനക്ക്, കാണാൻ ഭംഗിയൊന്നുമില്ല, കുള്ളനാണ്, ഉയരൊന്നുമില്ല, ഒരു വൃത്തിയില്ല നിനക്ക്, എല്ലാം വലിച്ചെറിഞ്ഞവൻ. അവൻ പറയണ, ദൈവമേ, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നീ എനിക്ക് ശക്തി തന്നത്. അടുത്തത്, നീ പരിചയാണ്. അതെ, എന്തുമാത്രം അപകടങ്ങളിൽ നിന്ന് നീ എന്നെ ഒരു പരിച നൽകി സംരക്ഷിച്ചിട്ടുണ്ട്. ദൈവമേ, ഇത് മതി എനിക്ക് നിന്നിൽ ശരണം വയ്ക്കാൻ, എൻ്റെ മുഴുവൻ കൺട്രോളും നിനക്ക് തരാൻ. എൻ്റെ മരണം കൺമുൻപിൽ കണ്ട ആളാണ് ഞാൻ, അതുകൊണ്ട് നിന്നിൽ നീ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മറ്റെന്തും ജീവിതത്തിലുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മരണത്തെ കണ്ടുമുട്ടിയ മറ്റൊരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തികൾ. പ്രിയമുള്ളവരെ, ചിലരെങ്കിലും ഇത് കേൾക്കുമ്പോൾ മരണത്തിൻ്റെ മുൻപിലായിരിക്കും നിങ്ങളുടെ ജീവിത അവസ്ഥ. അങ്ങനെയുള്ളവർക്ക് ഈ ദൈവവചനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ മരണത്തിൻ്റെ മുൻപിൽ നിന്ന ഒരു വ്യക്തിയെ കർത്താവ് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ മരണത്തിൻ്റെ വക്കിലാണ്, ഇപ്പോൾ ഒരു കയറ് പിടിച്ചാൽ നിൽക്കുന്നതെങ്കിൽ, ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എല്ലാം തകർന്നുവെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതം തീർന്നു പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്കുള്ള ഒരു വചനം: ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ജീവിതം മടുത്തുവെന്ന് പറയാത്തവർ ആരാളുള്ളത്? നിങ്ങളുടെ ജീവിതം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ജീവിതം മടുത്തുവെന്ന്? ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം മടുത്തുപോയി ഈ ജീവിതം, എന്തിന് ഈ ജന്മമെന്ന് ചോദിച്ച നിമിഷങ്ങൾ കേൾക്കുന്നവർ ആരിൽ നിങ്ങൾക്കുണ്ടാകാം. എനിക്കുണ്ടായിട്ടുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്. ഉണ്ടാകാത്തവരെ ചുരുക്കം ചിലരാണ്. സങ്കടങ്ങളെക്കുറിച്ച്, ജീവിതത്തെ തകർച്ചയെ കുറിച്ച് കടന്നുപോയവർക്ക് ഒരു നിമിഷമെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചൊരു വ്യക്തി ഏലിയ പ്രവാചകൻ. എലിയ ചെയ്ത എല്ലാ കാര്യങ്ങളും, പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൻ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ
ഈ നേരത്തെത്തിനു മുമ്പ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. എലിയായ്ക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആ രാജ്യത്ത് ഇതാ ഒത്തിരിയേറെ പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. ഇതാ നിന്റെ ജീവനവും നാളെ ഈ നേരമാകുമ്പോഴേക്കും പോയിരിക്കും. വലിയ ദൈവിക സന്ദേശം കൊടുത്തിരുന്ന വ്യക്തിയാണ് എലിയ പ്രവാചകൻ. ദൈവസ്വരം സംസാരിച്ചിരുന്നവനാണ്. വലിയ ശക്തിയായിട്ട് മുന്നോട്ട് പോയവനാണ്. പക്ഷേ അവനെ പറയാണ്, നാളെ നീ മരിക്കും, നീ നാളെ നിന്റെ ജീവൻ എടുക്കുമെന്ന് ആ നാട്ടിലുള്ളവൻ ഒരുവൻ വന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ നാളെ മരണത്തെ മുൻപിൽ കാണുമ്പോൾ, ഒരു രോഗം വന്ന് നാളെ നീ മരിക്കുമെന്ന് അറിയുന്ന പക്ഷം, ഒരു അപകടത്തിൽപ്പെട്ട് ജീവിതത്തെ മുൻപോട്ട് പോകാൻ കഴിയാത്തവൻ തളർന്നപ്പോൾ, കുടുംബത്തിൽ വലിയ തകർച്ചയിലൂടെ പോകുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, കുടുംബബന്ധം തകർന്നു, സ്നേഹിക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ട ഏകാന്ത വഴിയിലൂടെ നടക്കുന്ന നിന്നെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം പ്ലാൻ ചെയ്ത കാര്യമുണ്ട് നിനക്ക് വേണ്ടി. അതാ ഏലിയ പ്രവാചകന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത കാര്യമുണ്ട്. മനുഷ്യർ പ്ലാൻ ചെയ്തത് അവന്റെ മരണമാണ്, അല്ലേ? മനുഷ്യർ ഏലിയ പ്രവാചകന് മരണമാണ് പ്ലാൻ ചെയ്തത്, ചിന്തിച്ചത്. എന്നാൽ ദൈവം അവന് വേണ്ടി പ്ലാൻ ചെയ്ത എന്താണെന്ന് അടുത്ത വചനങ്ങളിൽ നിങ്ങൾ കാണാൻ പറ്റും. ഒരു ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുന്ന, ജീവൻ വെടിയാൻ പോകുന്ന ഒരു മനുഷ്യനെ ദൈവം എങ്ങനെയാണ് കരുതിയത്? വചനം ഇങ്ങനെ പറയുന്നു, ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. ഒരു വലിയ കടബാധ്യത വന്നു കുടുംബത്തിലെ. നല്ല കാര്യത്തിന് വേണ്ടി മേടിച്ച പൈസയായിരിക്കാം, പെങ്ങന്മാരെ കെട്ടിക്കാൻ, മക്കളെ കെട്ടിക്കാനൊക്കെ പൈസ മേടിച്ചു. പക്ഷേ തിരിച്ചടയ്ക്കാൻ വഴിയില്ല. വിചാരിച്ച രീതിയിൽ ബിസിനസ് എല്ലാം തകർന്നു, രോഗം വന്നു, എല്ലാം തരിപ്പണമായി, കുടുംബം ഇല്ല. ജീവരക്ഷാർത്ഥം പലായനം ചെയ്യുന്നു. ഏലിയ പലായനം ചെയ്യാൻ തുടങ്ങി. എങ്ങനെ? ജീവൻ രക്ഷാർത്ഥം ആത്മഹത്യ ചെയ്യാൻ, ഒളിച്ചോടാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ആരാണ് ഒളിച്ചോടാൻ തയ്യാറാകാത്തവര്? അടുത്ത വചനം നമുക്കുള്ള വചനമാണ്. അവൻ ഓടിയിട്ട് ബത്ശബയിലെത്തി. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിലിരുന്നു. നിങ്ങൾ ഈ വചനം എടുത്ത് വായിച്ച് അടിയിൽ ഇങ്ങനെ വരച്ചിടണം. വചനം ഒന്നുകൂടി വായിക്കാം. ഞാൻ കുറേ തവണ വായിച്ച വചനമാണ്. 19:4. അവിടെ നിന്ന് അവൻ തനിയെ, എന്താ അതിൻ്റെ അർത്ഥം? ഒറ്റയ്ക്ക്. ആരുമില്ല അവന്, അമ്മയില്ല, അപ്പനില്ല, സഹോദരങ്ങളില്ല, കൂട്ടുകാരില്ല. വചനം എന്താ പറഞ്ഞു വെക്കുന്നത്? തനിയെ, ഒറ്റയ്ക്കാടോ. ഈ കഷ്ടപ്പാടിന് നടുവിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല. ഏതുകൂടെ നടന്നു പോയത്? തനിയെ മരുഭൂമിയിലൂടെ. ഒരു തുള്ളി വെള്ളം കിട്ടുമോ? ഇല്ല. ഒരു ദിവസത്തെ വഴി നടന്ന് മടുത്ത് എന്നിട്ട് എവിടെ കടന്നത്? ഒരു വാടാ മുൾച്ചെടി. അതും മുൾച്ചെടിയാണ്, കുത്തുകയാണ് നമ്മളെന്നെ. എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്? അവിടെ ഇരുന്ന് കുത്തി മുറിവേൽപ്പിച്ച് വേദനിച്ച് മരണത്തിലേക്ക് തള്ളിയിടുന്ന അവസ്ഥ, സാഹചര്യം. അവനെന്താ? ഒരു തണൽ നോക്കിയിരുന്നു. ആ മുൾച്ചെടിയിൽ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയിരുന്നു. അവനും മുൾച്ചെടിയാ, നമുക്കറിയാം, അവൻ മുൾച്ചെടിയാണ്. എന്നാലും വേണ്ടില്ല, അവൻ്റെ അരികിൽ പോയിരുന്നു, ഒരു തണലത്ത് പോയിരുന്നു. നിങ്ങൾ അടുത്ത വചനം നോക്കിക്കേ. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. ദൈവമേ, ഇതൊന്ന് എടുത്തിരുന്നെങ്കിൽ. എന്തിനെ ഞാൻ ഈ അപരാധം കേൾക്കുന്നു? എന്തിനീ തെറ്റിദ്ധാരണ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ? നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ വേദന അനുഭവിക്കുക, തെറ്റിദ്ധരിക്കപ്പെടുക. ഇതിന് വലിയ ശിക്ഷ ലോകത്തില്ല. അവൻ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്താ സംഭവിച്ചു പോയത്? അവൻ, കർത്താവേ, മതി എനിക്ക്, എൻ്റെ പ്രാണനെ നീ സ്വീകരിച്ചാലും എൻ്റെ പ്രാണനെ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളും മെച്ചമല്ല. അവരത്രയ്ക്ക് ക്വാളിറ്റി ഒന്നുമില്ല. എൻ്റെ കൂടെ ഉള്ള ആൾക്കാരുടെ പോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തിയാണ്, ഒരു മെച്ചമില്ല. എനിക്ക് കുടുംബമഹിമയൊന്നുമില്ല, എനിക്ക് അത്ര പറയത്തക്ക രീതിയിൽ കഴിവുകളില്ല, ഒന്നുമില്ല. ദൈവത്തിന് മുൻപിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ദൈവം നിങ്ങളുടെ കൂടെ ഇറങ്ങും. അടുത്ത വചനം എന്താണ്? അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി.
ചില മനുഷ്യരില്ലേ അങ്ങനെയുള്ള വേദന അനുഭവിക്കുമ്പോൾ ആ വേദനയുടെ നടുവിൽ കിടന്നും മല്ലടിച്ചും ദൈവത്തിനെ പരിതപിച്ചും ഒരുപാട് പരാതി പറഞ്ഞും കുറ്റം പറഞ്ഞും അങ്ങനെ അവര് ആ ജീവിതത്തെ അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുന്ന ഉറങ്ങിപ്പോയി ആ പ്രവാചകൻ. അടുത്തത് തിരുവചനം ശ്രദ്ധിക്കണം. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ എത്ര വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലൂടെ തനിച്ച് ഒരു മരുഭൂമിയിലൂടെ നീ യാത്ര ചെയ്ത് ജീവിതത്തെ തീർന്നു പോയി എന്ന് നീ കരുതിയ നിമിഷം വചനം പറയുകയാണ്, ആ ദൂതൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നിന്റെ യാത്രകൾ, നിന്റെ പോകുന്ന പോക്ക്, നീ എന്തുമാത്രം എവിടേക്ക് നീ പോകും. ആ മരുഭൂമിയിലൂടെ പോയപ്പോ നീ ഒറ്റയ്ക്കാണെന്ന് ദൈവത്തിനറിയാം. മരുഭൂമിയിൽ ആണെന്ന് അറിയാം. മുൾച്ചെടിയുടെ താഴെയാണ് നീ ഇരുന്നതെന്ന് അറിയാം. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞു വരുന്നത്? ആ പോയ പോക്കിൽ നീ മാത്രമല്ല, എൻ്റെ ദൂതനും എൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ ഉറങ്ങിയപ്പോൾ നീ വിചാരിച്ചില്ല നിന്റെ കൂടെ എൻ്റെ കാരുണ്യമുണ്ടായിരുന്നെന്ന്. നീ ഉറങ്ങിയപ്പോൾ നീ പോലും അറിഞ്ഞില്ല. നീ വിചാരിച്ചു ആ ഉറക്കം ഒരിക്കലും കണ്ണ് തുറക്കാത്തത് ആകാമായിരുന്നെന്ന്. പക്ഷേ ആ ഉറക്കത്തിൻ്റെ ഇടയിലും ഞാൻ നിന്നെ തട്ടിയുണർത്തി. എന്തിനു വേണ്ടി? നിന്നെ ജീവനിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ. യേശുവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് പറഞ്ഞു, നീ ഭക്ഷിക്കണം മോനെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് തളർച്ചയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്, ദൈവവചനം നിങ്ങളെ തട്ടിയുണർത്തും. ദൈവത്തിന് ശക്തി നിങ്ങളെ വിളിച്ചുണർത്തും. ഏത് മുൾച്ചെടിയിലാണെങ്കിലും കർത്താവിൻ്റെ വചനമാണിത്. സത്യമായ ഈ തിരുവചനം. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കിലിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ആരാധന മണിക്കൂറിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി അപ്പവും ചുടുക്കലിൽ ചുട്ടുവെച്ച അപ്പം നിനക്ക് തരാൻ കർത്താവ് തയ്യാറായിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഈ ദൈവവചനത്തിൻ്റെ ശക്തി ആവാഹിച്ച് നിന്റെ ഹൃദയത്തെ, നിന്റെ ഇല്ലായ്മയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവനേ കാണും നീ വലിയതാനിരിക്കെ, എൻ ജീവനേ കാണും നീ വലിയതാനിരിക്കെ. ആരാധന 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 തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന ആരാധന ആരാധന
ഹൃദയത്തിന്റെ അവസ്ഥകൾ സമർപ്പിച്ച് പാടാം. ആരാധന. ആരാധന ഹൃദയത്തിന്റെ എല്ലാ നൊമ്പരങ്ങൾ സമർപ്പിച്ച് ആരാധന നമ്മുടെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, തളർന്നുപോയ തകർന്നുപോയ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒന്ന് ചേർന്ന് ആ കരബലത്താൽ നമ്മളൊരു ആശ്വാസം കണ്ടെത്താൻ പോകുന്ന സമയമാണിത്. ഈശോ പറഞ്ഞ വചനം ഇതല്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വിശുദ്ധ മത്തായി 11:28. ആശ്വാസം കണ്ടെത്താനാണ് നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് വരുന്നത്. കുറച്ചു നേരം ഈശോയുടെ അടുക്കലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രകാശമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. ഈശോയെ, ഈ സമയവും ഞാനത് അനുഭവിക്കുന്നുണ്ട്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ സമയത്ത് അവൻ്റെ കൂടെയായിരിക്കാം. യെശയ്യാ 40-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം. ഇതാ, ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു, അവിടുത്തെ കരബലത്താൽ ഭരണം നടത്തുന്നു, സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. നിങ്ങൾ ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ കൃപയൊഴുകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യ വചനം പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, ഇതാ എൻ്റെ മുൻപിലിരിക്കുന്ന, നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ദൈവമായ കർത്താവാണത്. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ എന്താ പറഞ്ഞു വരുന്നത്? വെറുതെ വരുവല്ല, ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട്. ശക്തിയോടെ വരുന്നു, ശക്തിയോടെ, പവർഫുള്ളായിട്ടാണ് വരുന്നത്. നീ പവർഫുൾ അല്ല, നീ ഇപ്പോൾ ശക്തിയില്ലാതെ ഇരിക്കുക. നിനക്ക് ആരുടെയൊക്കെയോ ശക്തി വേണം മുൻപോട്ട് പോകാൻ. എന്നോർത്തെ, എനിക്കോ മുൻപോട്ട് പോകാൻ, നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ആരുടെയൊക്കെയൊരു പുഷ് വേണം. മനുഷ്യർ പുഷ് ചെയ്തും തള്ളിയും മടുക്കും, പക്ഷേ ദൈവത്തിന് ആ മടുപ്പില്ല. നിന്നെ തള്ളാനും നിന്നെ മുൻപോട്ട് നയിക്കാനും ഒരിക്കലും ആ കരത്തിന് തളർച്ച വരില്ല. അതാണ് വചനം പറഞ്ഞത്, ശക്തിയോടെ വരുന്ന കർത്താവ്. വചനാഭിഷേകമാണ്, കൃപാഭിഷേകത്തിൽ വളരുന്നവർക്ക് മനസ്സിലാകും. അടുത്ത വചനം എന്താണ്? സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്. ഞാൻ ഈ വചനം പറയാൻ കാര്യം എന്താണ്? പലരും ഈ ജീവിതത്തെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തയ്യാറായിരിക്കുന്നവരുണ്ട്. പലരും പല പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സൊക്കെ തളർന്നു പോകുന്ന. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പേര് പല ദിവസങ്ങളായിട്ട് കാണാനിട വന്നു. അവരുടെ സംസാരത്തിൽ നിന്നും അവരുമായിട്ടുള്ള ഇടപഴകലിൽ നിന്നും മനസ്സിലായ കാര്യം, ജീവിതം മടുത്തു, ആത്മഹത്യയാണ് ഞങ്ങളുടെ മുൻപിലുള്ള ഏക വഴി പറഞ്ഞവർ ഒത്തിരി പേരുണ്ട്. അവരത് പറയാൻ അവർക്ക് പല കാരണങ്ങളുമുണ്ട്. പക്ഷേ അവരുടെ ജീവിതം അവർ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ദൈവവചനം നിങ്ങൾക്കിപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് മാറ്റി ഒരു കോമയിടാൻ പോവുകയാണ്. വീണ്ടും ജീവിതം തുടരാൻ വേണ്ടി. അതാണ് ദൈവവചനം നിന്നെ മെല്ലെ കൈ പിടിച്ചുയർത്തുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ജീവിതത്തെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചെന്നെങ്കിൽ ദൈവവചനം പറയും നിന്നോട്, ശക്തിയോടെ നിന്റെ മുൻപിലേക്ക് വന്ന് പറയുന്നു, അതിൽ കോമയിടാൻ, മുൻപോട്ട് പോകാൻ തീർന്നിട്ടില്ല നിന്റെ ജീവിതം.
ഫുൾ സ്റ്റോപ്പല്ല നിനക്ക് വേണ്ടത്, ഒരു കോമ, ആ ജീവിതം മുൻപോട്ട് പോകാൻ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ വചനത്തിൽ കേട്ടത് എന്താണ്? ഏലിയ പ്രവാചകൻ മുൾച്ചെടിയുടെ അരികിലിരുന്ന് കരയുകയാണ്. എന്താണ് അവൻ കരഞ്ഞത്? എന്തിനാണ് ജന്മമെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ചോദിച്ച നിമിഷങ്ങളില്ലേ, യേശുവിൻ്റെ മുൻപിലേക്ക് സമർപ്പിച്ചു നിങ്ങളതെല്ലാം. യേശുവിൻ്റെ ശക്തിയുടെ കരം നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും യേശുവിൻ്റെ മുൻപിൽ സമർപ്പിക്കേ. മരിക്കാൻ തീരുമാനിച്ച പ്രവാചകൻ വരെ ഗ്രന്ഥത്തിലുണ്ട്. അവനെ വരെ രക്ഷപ്പെടുത്തിയ കർത്താവാണ്. അത്രമേൽ തളർച്ചയിലൂടെ ഞാനും നിങ്ങളും പോയിട്ടില്ലല്ലോ. അവനെ വരെ ദൈവം പൊക്കിയെടുത്തു കൊണ്ടുവന്നില്ലേ? നിങ്ങളെയും പൊക്കിയെടുത്തു കൊണ്ടുവരും. നിങ്ങൾ ഈ ഗാനത്തിൻ്റെ വരികൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മുൾച്ചെടിയുടെ തണുപ്പിലിരുന്നു കൊള്ളുക. അവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, നിങ്ങൾ പ്രാർത്ഥനയുടെ നടുവിലൂടെ പോകുന്ന സമയത്ത് തന്നെ അനുഗ്രഹങ്ങൾ നിൻ്റെ പുറകിൽ തന്നെ, നിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന തലയണയ്ക്കിൽ പുറകിൽ തന്നെ ഒരു അനുഗ്രഹം ദൈവം നൽകും. പ്രാർത്ഥനയോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് ചോദ്യം എൻ്റെ തോഴനായി? എന്തിനാണ് ജന്മമെന്ന് ചോദ്യമെൻ്റെ തോഴനായി. എല്ലാം സമർപ്പിച്ചു. മഴ തോർന്നിടാതെ പെയ്തിറങ്ങി മിഴികളിൽ ആരുമില്ലെന്നോർത്തു ഞാൻ. എന്തു വേണം ദൈവമേ, ആരുമില്ലെന്നോർത്തു ഞാൻ. എന്തു വേണം ദൈവമേ, നീ എന്നെ കാണണമേ, കണ്ണീരുമാക്കണമേ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാൻ. സ്നേഹമേകിടണമേ മനം നീറുമ്പോൾ. സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോൾ. നിന്റെ മനം ഉരുകുമ്പോഴും നീറുമ്പോഴും നിനക്കാരുമില്ല നീ വിചാരിക്കരുത്. നിന്നെ സ്നേഹിക്കാൻ ഈശോയുണ്ട്. ഈശോയുടെ ആശീർവാദം നമ്മളിപ്പോൾ സ്വീകരിക്കുമ്പോൾ നീ ഓർക്കണം, നീ നിന്റെ ഹൃദയത്തെ യേശുവിന് കൊടുത്താൽ, നീ എവിടെയാണ് ഇപ്പോൾ സ്റ്റോപ്പായി പോയത്, അവിടെ നിന്ന് കൈ പിടിച്ചുയർത്തുന്ന സർവശക്തനായ ദൈവം നിന്റെ മുൻപിൽ വന്നിറങ്ങും. ഏലിയായ്ക്ക് കർത്താവ് കൊടുത്തത് ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പമാണ്. നീ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത്, കേഴുന്നത്? ആ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും നിനക്ക് ഈശോ തരും. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം ഇരുകരം നീട്ടി നമുക്ക് സ്വീകരിക്കാം. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.